എല്ലാവർക്കും ഫ്ലിക്സ് അൺകട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ മലയാള സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് 2 ഹോളിവുഡ് ത്രില്ലർ സിനിമകളാണ്. ഈ 2 സിനിമകളും ഹോളിവുഡിൽ വലിയ ശ്രദ്ധ നേടിയ ചിത്രങ്ങളാണ്. അധികം സമയം കളയാതെ നമുക്ക് ഈ കിടിലം ത്രില്ലർ സിനിമകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജോയലും ഏതൻ കോയനും ചേർന്ന് സംവിധാനം ചെയ്ത 1996 ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രം ഫാർഗോ ആണ്. ഫാർഗോ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു. നമുക്ക് ഈ ചിത്രത്തിന്റെ കഥയൊന്ന് നോക്കാം. നിരാശനായ ഒരു കാർ വിൽപ്പനക്കാരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ 2 കുറ്റവാളികളെ നിയമിച്ചതിന് ശേഷം ഒന്നിനു പകരം 3 നരഹത്യകൾ നടക്കുന്നു. അതിന്റെ അന്വേഷണമാണ് പിന്നീട് കഥയെ ത്രില്ലിംഗ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പോലീസ് ഓഫീസറായി വേഷമിട്ട ഫ്രാൻസിസ് മെക്ഡോർമെന്റെയും കാർ വിൽപ്പനക്കാരനായി അഭിനയിച്ച വില്യം എച്ച് മേസിയുടെയും അഭിനയം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. 1995 അവസാനത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചിത്രീകരിച്ച ഫാർഗോ എന്ന ഈ ചിത്രം 1996 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തു. ഈ ചിത്രം ഒരുപാട് നിരൂപക പ്രശംസ ഏറ്റുവാങ്ങി. ഫാർഗോയ്ക്ക് 7 ഓസ്കാർ നോമിനേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. 1998 അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച 100 അമേരിക്കൻ സിനിമകളിൽ ഒന്നായി ഫാർഗോയെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഫാർഗോ കണ്ടുനോക്കാവുന്നതാണ്. അടുത്ത ചിത്രമാണ് ഡി റേഞ്ച്. ആലൻ ഓംസ്പിയും ജെഫ് ഗിലനും ചേർന്ന് സംവിധാനം ചെയ്ത റോബർട്ട് ബ്ലോസം അഭിനയിച്ച 1974 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് ഡി റേഞ്ച്. എഡ് ഗെയിൻ എന്ന ഒരു കുറ്റവാളിയുടെ കുറ്റകൃത്യങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു ചിത്രമാണ് ഡി റേഞ്ച്. ഒരു അമേരിക്കൻ കൊലപാതകയും സീരിയൽ കില്ലറും ബോഡി സ്നാച്ചറുമായിരുന്നു എഡ് ഗെയിൻ. 1957 പ്രാദേശിക ശ്മശാനങ്ങളിൽ നിന്ന് ശവശരീരങ്ങൾ പുറത്തെടുത്തതായും അവയുടെ എല്ലുകളിൽ നിന്നും ചർമ്മത്തിൽ നിന്നും എഡ് ഗെയിൻ സ്മാരകങ്ങൾ രൂപപ്പെടുത്തിയതായും അധികാരികൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് 1957 എഡ് ഗെയിൻ തന്റെ ജന്മനാടായ വിസ്കോൺസിനിൽ നടത്തിയ കുറ്റകൃത്യങ്ങൾ വ്യാപകമായ കുപ്രസിദ്ധി നേടി. എഡ് ഗെയിൻ എന്ന കൊടും കുറ്റവാളി ചെയ്ത് കൂട്ടിയ കൊടിയ കൊലപാതകങ്ങളുമായി ഡി റേഞ്ച് എന്ന ഈ ചിത്രത്തിന് സാമ്യമുണ്ടെങ്കിലും സംവിധായകൻ ചില സിനിമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡി റേഞ്ച് എന്ന കഥ നടക്കുന്നത് അമേരിക്കയിലെ മിഡ്വെസ്റ്റിലാണ്. മിഡ്വെസ്റ്റ് എന്ന് വിളിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വടക്കൻ മധ്യഭാഗം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളെയാണ്. ഒരു ഗ്രാമീണ മിഡ്വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിലെ എസ്രാ കോബ് എന്ന മധ്യവയസ്കൻ അയാളെ വളർത്തിയ മതഭ്രാന്തയായ അമ്മയുടെ മരണത്തിന് ശേഷം കൊലപാതകങ്ങളും ശവക്കുഴികളുടെയും ഒരു പരമ്പര ആരംഭിക്കുന്നു. മരണത്തോടും ശവങ്ങളോടുമുള്ള ഒരു ഭ്രാന്തമായ അഭിനിവേശം ഡി റേഞ്ചിഡിലെ സീരിയൽ കില്ലർ കാണിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സിന്റെ ഭ്രാന്തമായ അവസ്ഥകൾ എത്ര ഭയാനകരമായ സ്ഥിതിവിശേഷങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഡി റേഞ്ചിഡിലെ എസ്രാ കോബ്. അമേരിക്കൻ കഥയാണെങ്കിലും ചിത്രം ഷൂട്ട് ചെയ്തത് 1973 ഒരു ശൈത്യകാലത്ത് കാനഡയിലെ ഒന്റേരിയോയിലെ ഒഷാവയിലാണ്. 1974 മാർച്ച് 20 ലോസ് ആഞ്ചലസിൽ ചിത്രത്തിന്റെ പ്രീമിയർ നടന്നു. 1974 പുറത്തിറങ്ങിയത് മുതൽ ഈ ചിത്രം അപ്രത്യക്ഷമായി എന്നിരുന്നാലും 1990കളുടെ മധ്യത്തിൽ ഫ്ലോറിഡയിൽ ഇത് വീണ്ടും കണ്ടെത്തുകയും വിതരണ കമ്പനിയായ അമേരിക്കൻ ഇന്റർനാഷണൽ പിക്ചേഴ്സിന്റെ മാതൃ കമ്പനിയായ MGM ഹോം വീഡിയോ ആയി പുറത്തിറക്കുകയും ചെയ്തു. ഈ ചിത്രത്തിന്റെ റീമാസ്റ്റേർഡ് പതിപ്പ് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ഇന്റർനെറ്റിൽ ഈ ചിത്രം ചില സൈറ്റുകളിൽ ഫ്രീ ആയും സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ ചിത്രം കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. ഇന്ന് പരിചയപ്പെട്ട 2 ചിത്രങ്ങൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടിട്ട് അഭിപ്രായം കമന്റ്സായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.